സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു സീരീസിൻ്റെ റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ദ മോസ്റ്റ് അവൈറ്റഡ് സീരീസ് ഓഫ് ദിസ് ഇയർ എന്ന് വേണമെന്ന് തന്നെ പറയാം സുഹൃത്തുക്കളെ. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോളിയം 2 അങ്ങനെ ഇന്ന് രാവിലെ 6:30 ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു 3 എപ്പിസോഡാണ് ഇറങ്ങിയത്. ഓൾറെഡി ഇതിൻ്റെ ഒരു 4 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ ലാസ്റ്റ് എന്താണ് നടന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ഇന്നലെ അമേരിക്കയിലൊക്കെ ഇറങ്ങി. നമ്മളിവിടെ ഇന്ന് വെളുപ്പിനെയാണ് ഇറങ്ങിയത്, 6:30. സോ ഇനി അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ട്. അത് 31st ആണ് വരുന്നത്. അമേരിക്കയിൽ 31-ാം തീയതി ഇറങ്ങും. നമ്മുടെ ഇവിടെ 1-ാം തീയതി രാവിലെ 6:30 ഇറങ്ങുന്നത്. ഓൾമോസ്റ്റ് എല്ലാം 1 hour മണ്ടയ്ക്കുള്ള ഒരു 3 എപ്പിസോഡാണ്. സോ വോളിയം 1 നമ്മൾ കണ്ടതാണ് വില്ലിന് പവർ കിട്ടി. 11 പോലെ തന്നെയാണ് ഇപ്പോൾ വില്ലും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. സോ ഇതിലേക്ക് വരുമ്പം, അതായത് വോളിയം 2 വരുമ്പം എന്താ പറയുക, വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. വില്ലിന് പവർ കിട്ടിയ ശേഷം തൊട്ട് ഇവരുടെ എല്ലാവരുടെയും ആൾക്കാരെല്ലാവരും ഒരു റീയൂണിയൻ ആയിട്ടുള്ള വരുന്നുണ്ട്. ദെൻ അത് പുതിയൊരു മിഷനിലേക്ക് പോകുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ദെൻ അതുപോലെ മാക്സിന് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ അതുപോലെ വില്ലിൻ്റെ പവർ ഉപയോഗിച്ച് വെക്നയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. അതൊരു ഇൻട്രസ്റ്റിംഗ് സീനാണ്. അല്ലാതെ വേറെ തക്കതായിട്ട് ഇൻട്രസ്റ്റിംഗ് സീൻസും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ പോകുന്ന, ഐ മീൻ സ്റ്റോറി നടന്നു പോകുന്നുണ്ട്, കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ പ്രീവിയസ്ലി കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴും അതിൻ്റെയൊക്കെ റീൽസും കട്ടൊക്കെ വന്നപ്പോൾ അവരതിനകത്ത് കാണിക്കുന്നതും പറയുന്നതായിട്ട് സ്റ്റീവ് മരിക്കും എന്നുള്ളതൊക്കെ കുറേ അവർ പറയാതെ പറയുന്നുണ്ട്. ബട്ട് ഇതുവരെ അങ്ങനെയുള്ളതൊന്നും വന്നില്ല. അത് മാത്രമല്ല, ഈ 3 എപ്പിസോഡിനകത്ത് സ്റ്റീവിന് വലുതായിട്ടൊന്നുമില്ല. സ്റ്റീവിനെന്ന് മാത്രമല്ല, എല്ലാവർക്കും ചെറിയ ഒരു സ്പേസും കാര്യങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് എല്ലാവരുടെയും ഷോർട്സ് പോകുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. മേ ബി ലാസ്റ്റ് വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡിനകത്തായിരിക്കും എല്ലാവരുടെയും ഒരു പെർഫോമൻസ് ചിലപ്പം എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ചിലപ്പോൾ ഓൾറെഡി നമ്മൾ വോളിയം 1 നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇതുവരെയുള്ള വില്ലിൻ്റെ ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നമുക്കറിയാം പുള്ളിക്കാരനൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പൊട്ടയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആർക്കാണ് നമ്മൾ കണ്ടത്. ദെൻ ആ വോളിയം 1, അതായത് സീസൺ 5 വോളിയം 1 ലാസ്റ്റ് എപ്പിസോഡ് ആയപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ക്യാരക്ടർ ആർക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടുള്ള ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ. അത് എന്ന് പറയുന്നത് പോലെ ഈ വോളിയം 2 വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ കുറേ ഒരു എന്താ പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട പോലത്തെ ആ ഒരു ക്യാരക്ടർ ആർക്കല്ല ഇതിലേക്ക് വരുമ്പോൾ. എല്ലാവർക്കും കുറച്ചധികം ചേഞ്ചസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വോളിയം 1 ലാസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് ആ ഒരു അഡ്രിനൽ അല്ലെങ്കിൽ ആ ഒരു വാവ് ഫാക്റ്റ് കിട്ടിയതുപോലുള്ള സാധനങ്ങളൊന്നും ഈ ഒരു 3 എപ്പിസോഡിനകത്തില്ല. സോ കറൻ്റ്ലി ഇപ്പം 7 എപ്പിസോഡാണ് ഇറങ്ങിയിരിക്കുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ഇറങ്ങാൻ പോകുന്നുണ്ട്. സോ അത് ഓൾമോസ്റ്റ് 2 മണിക്കൂറിന് മണ്ടയ്ക്ക് എന്തോ ഉണ്ടെന്നാണ് ഇതുവരെ അറിഞ്ഞത്. രാവിലെ 6:30 നമ്മൾ അലാറം വെച്ച് എണ്ണിച്ചിരുന്ന് നമ്മൾ എപ്പിസോഡ്സ് എല്ലാം കിടക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-11 മണിയാകുമ്പോൾ നമ്മളെല്ലാം കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. സോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക. സീസൺസ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു നോ ദ ഇമ്പോർട്ടൻസ്. ഞാൻ ഒരു സീസൺ 3 ഇറങ്ങി, അല്ലെങ്കിൽ സീസൺ 4 ആയപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞതും. ദെൻ ഫുള്ള് റീവാച്ച് ചെയ്ത് അങ്ങനെ ട്രാക്കിലോട്ട് കയറിയതാണ്. 3 എപ്പിസോഡ് വാവ് ഫാക്റ്റ് തന്നിട്ടില്ല, ബട്ട് എങ്കിൽ പോലും ഒരു വാവ് ഫാക്റ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന രീതിക്ക് ഇങ്ങനെ അവർ പോയിട്ടുണ്ട്. സോ ഒരു സംഭവം ഇറുക്ക് എന്നുള്ള രീതിക്കാണ് അവർ പോകുന്നത്. ലെറ്റ്സ് സീ. എന്തായാലും വെക്നെ അവർ ചാമ്പുമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഫിസിക്സ് ഒക്കെ പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഈ അപ്സൈഡ് ഡൗണിനെ പറ്റി നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും അങ്ങനെയാണ് തിങ്ക് ചെയ്ത് വെച്ചിരുന്നത്. സോ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അതല്ല സാധനം. ഈ അപ്സൈഡ് ഡൗൺ എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സാധനവും ഉണ്ട്. വെക്നെ മാത്രമാണ് നമ്മൾ ഇതുവരെ ഒരു വില്ലനായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ വെക്നെ മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് ഡീപ്ലി ഒരു ഫിസിക്സും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് ഒറ്റയടി തന്നെ മനസ്സിലാവും. പിന്നീടുള്ളത് ചിലതൊക്കെ നമുക്ക് ഒന്നും കൂടെ റിവൈൻഡ് അടിച്ചിട്ട് കേട്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടെങ്കിലും മനസ്സിലാകത്തുള്ളൂ. സോ അതുകൊണ്ട് എന്നാൽ പോലും നമുക്ക് മനസ്സിലാവുന്ന സിംപ്ലിസിറ്റി രീതിക്കാണ് അവർ പറഞ്ഞൊക്കെ പോകുന്നത്. സോ പറഞ്ഞു പോകുന്നത് ഇതാണ്, നമ്മൾ ഇതൊരു അപ്സൈഡ് ഡൗൺ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ കണ്ടിരുന്നതും കേട്ടിരുന്നതും വിചാരിച്ചിരുന്നു. ബട്ട് അത് മാത്രമല്ല, വേറൊരു സാധനം കൂടെ ഇതിനകത്ത് അവർ പറഞ്ഞു പോകുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു 3 എപ്പിസോഡായിരുന്നു. വാവ് ഫാക്റ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ബട്ട് ഐ എം ഡാം ഷുവർ ലാസ്റ്റ് എപ്പിസോഡ് ഈസ് ഗോണ ബി റോക്കിംഗ് എപ്പിസോഡ്. അവർ എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കുന്നത്. സോ കണ്ടില്ലാതാണെങ്കിൽ കണ്ടു നോക്കുക. വോളിയം 2 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 3 എപ്പിസോഡാണുള്ളത്. 1 hour മണ്ടയ്ക്കുള്ള 3 എപ്പിസോഡ്സാണ്. സോ ഇനി ഇറങ്ങാൻ പോകുന്നത് ഓൾമോസ്റ്റ് 2 hours ഉണ്ടെന്നാണ് കേൾക്കുന്നത്.
സോ എന്തായാലും നമുക്കത് 1-ാം തീയതി രാവിലെ 6:30 കിട്ടുന്നതായിരിക്കും സുഹൃത്തുക്കളെ. സോ ഈ കേസ് അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.